ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ ക്യാമ്പിലെ പ്രവർത്തകർ വൈകാരികമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവരൊന്നും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. സാധാരണഗതിയിൽ രമേശ് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ, ഇന്റർസിറ്റി ട്രെയിനിന് പോകുമ്പോൾ ഹരിപ്പാട് ഇറങ്ങി അവിടെ പ്രവർത്തകരെ കാണാറുള്ളത് പതിവാണ്. അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണെങ്കിലും അല്ലാത്തപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇന്നലെ രമേശ് ചെന്നിത്തല വടക്കോട്ട്, അതായത് വടക്കൻ മേഖലയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഒന്നും ഹരിപ്പാട് ഇറങ്ങുകയോ അല്ലെങ്കിൽ പ്രവർത്തകരെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴും ഹരിപ്പാട് അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായില്ല. വലിയ നിരാശ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നാണ് പ്രവർത്തകർ അറിയിക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധ പരിപാടി ഹരിപ്പാട് നടത്താൻ തീരുമാനിച്ചാണ് പ്രവർത്തകർ. വൈകിട്ട് ഹരിപ്പാട് ടൗണിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, സംയമനം പാലിക്കണം, നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല. അതായത് മന്ത്രി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും പാർട്ടിയെ മറന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല, പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന കടുത്ത നിർദ്ദേശം നിലവിൽ KC വേണുഗോപാൽ ക്യാമ്പിന് കൊടുത്തതുപോലെ സമാനമായ നിർദ്ദേശമാണ് നിലവിൽ രമേശ് ചെന്നിത്തലയും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടിരുന്ന രമേശ് ചെന്നിത്തല ക്യാമ്പിന് വലിയ നിരാശയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെയും നമ്മൾ ഹരിപ്പാട് പോയി ആ പ്രവർത്തകരുമായി സംസാരിച്ചതാണ്. അങ്ങനെ വലിയ നിരാശ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്നും അക്കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്നും ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തകരെ അറിയിച്ചിട്ടില്ലെന്നും എന്ത് തീരുമാനമെടുത്താലും രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ തന്നെ ചെയ്യും. അതായത് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർ കൂടെയുണ്ട്. രമേശ് ചെന്നിത്തല എന്ത് കടുത്ത തീരുമാനം, ഒരുപക്ഷെ രാജിയിലേക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടേണ്ടതോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയാൽ പ്രവർത്തകരും സമാനമായ നിലപാട് എടുക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഹരിപ്പാട് നിന്നുള്ള ക്യാമ്പിലെ, അതായത് രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളെ അറിയിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, മനീഷ് മെഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല എത്തിച്ചേരും. റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂരിൽ നിന്ന് ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് രമേശ് ചെന്നിത്തല എത്തിച്ചേരുക. എന്താണ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ളത് എന്നുള്ളതാണ്. മറുഭാഗത്ത് KC പക്ഷം പ്രധാനപ്പെട്ട വകുപ്പുകൾക്കായിട്ട് നീക്കം തുടങ്ങി എന്നുള്ള വിവരം കൂടി റോഷി പാൽ നൽകുന്നുണ്ട്.